എങ്കേയും തേടി സെല്ലും വിരലഴക. ജാസ്മിൻ, എങ്ങനെയുണ്ടായിരുന്നു ജയിൽവാസം? സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായ തന്നെ അങ്ങനെ. ജാസ്മിൻ ചെരുപ്പിടാറില്ലേ? എന്താ എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് അലർച്ചി. ലാലേട്ടാ എന്നെ മാത്രം എയിം ചെയ്താണ് പറഞ്ഞത്. നിങ്ങൾ മാത്രമേ ചെരുപ്പിടാതെ നടക്കുന്നു? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ. എനിക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ അല്ല, അത് നമുക്ക് ഇവിടെ പറ്റില്ല. ഇവിടെ നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അത് മനസ്സിലായി. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ, ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ വ്രതമുണ്ട്. ക്യാപ്റ്റന്റെ കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? ഞാൻ തുറന്ന് ഫുഡ് കയറ്റി വെച്ചു. ഗബ്രി മേടിച്ച് കറി മേടിച്ച് കയ്യിൽ വെച്ചേക്കാം. എന്തിനാ കൊടുത്തേ? എവിടെ പോണു? ഗബ്രി ആണ് ഫുഡ് എന്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. നീ എന്താ ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നു? ശരിക്കും അപ്പം ക്യാപ്റ്റനാണ് കൊണ്ട് കൊടുക്കേണ്ടത് അല്ലേ? അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? ചോദിച്ചാൽ തരണ്ടേ? തട്ടിപ്പറിച്ച് മേടിക്കാൻ പറ്റുമോ? 2 ബൗൾ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണമാണ് ഞാൻ. എന്താണ് ഇങ്ങനെ വലിയ ഉദാരശീലനാവരുത്. ഗബ്രിയാണോ ഭക്ഷണം കൊടുക്കേണ്ട ആള്? അല്ല അല്ല. പിന്നെ എന്തിനാണ് ഭക്ഷണം എടുത്തുകൊണ്ട് പോയത്? ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം, മറ്റേ വർത്താനം പറഞ്ഞാലുണ്ട്. പുള്ളി ജയിലിലേക്ക് കയറാതിരിക്കും വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വീട്ടിൽ കയറ്റത്തില്ല. ചപ്പാത്തി തിന്നാൻ വരുന്നതും പലകയുടെ വലിപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ല. ഫുഡ് കയറ്റി വെച്ചു. അദ്ദേഹത്തെ കയറി ഹക്ക് ചെയ്തു. എങ്കേയും തേടി സെല്ലും വിരലഴക. എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല, അഹമ്മദിയാ. ചുട്ടടി അതിന് കൊടുക്കേണ്ടത്. ചെയ്യാവുന്ന കാര്യമാണോ? അല്ല ചെയ്യാവുന്ന കാര്യം. ഗബ്രി, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഗബ്രിക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. പിന്നെ ജാസ്മിനെ ഞാൻ ഇവിടെ വന്ന ദിവസം തൊട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ശീലമുള്ളതുകൊണ്ട് അതിന് ജയിലിലേക്ക് ഞങ്ങൾ അയക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ? അല്ല പിന്നെ അല്ല അല്ല അത് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ടപ്പോ. താങ്കൾ വട്ടം നിന്നിട്ട് പോലും ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഞങ്ങൾ ചെയ്തു. എന്താ ഉറക്കം വരുന്നു? രണ്ടുപേർക്കും ഇരിക്കാം. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല. ഭരിക്കാനോ നിയന്ത്രിക്കാനോ ഒക്കെ വന്നാലേ ഇങ്ങനെ ഇരിക്കും. ഇതൊരു തുടക്കം മാത്രം.